ഈ ആഴ്ചത്തെ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭാമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. 2. ഭൂവൽക്കവും അപ്പർ മാൻറ്റിലും കൂടിച്ചേരുന്ന ഭാഗം ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നു. 3. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്ന അതിർവരമ്പിനെ റിപ്പിറ്റി എന്ന് അറിയപ്പെടുന്നു. 4. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും നിക്കലും. ഓപ്ഷൻ എ പ്രസ്താവന 1, 3 ശരിയും 2, 4 തെറ്റുമാണ്. ബി പ്രസ്താവന 1, 3, 4 ശരിയും 2 തെറ്റുമാണ്. സി പ്രസ്താവന 1, 2, 4 ശരിയും 3 തെറ്റുമാണ്. ഡി പ്രസ്താവന 1, 2, 3, 4 ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സൂചനകൾ തിരിച്ചറിഞ്ഞ് ഉത്തരം കാണുക. സൂചന 1, ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം. സൂചന 2, ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്ന കണം ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ഡി എയും സിയും. 3. താഴെ പറയുന്നവയിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. ബി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. സി ഭരണതലസ്ഥാനം പത്മനാഭപുരവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ആയിരുന്നു. ഡി തിരുവിതാംകൂറിലെ കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച ഭരണാധികാരി. ചോദ്യം നമ്പർ 4, ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 2020 ജൂലൈ 20 നിയമം നിലവിൽ വന്നു. 2. ദേശീയ തലത്തിൽ ഉപഭോക്തൃ സമിതികൾ 2 വർഷത്തിൽ 2 തവണ സമ്മേളിക്കണം. 3. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് അപ്പീൽ പോകാനുള്ള പരമാവധി സമയം 45 ദിവസമാണ്. 4. അറിയാനുള്ള അവകാശം ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന അവകാശമാണ്. ഓപ്ഷൻ എ 1, 3, ബി 2, 4, സി 1, 4, ഡി 2, 3. ചോദ്യം നമ്പർ 5, പി അനാവശ്യ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണത്തിൻ്റെ ലക്ഷ്യം. ക്യു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയുടെ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ പി മാത്രം ശരി, ബി ക്യു മാത്രം ശരി, സി 2 ശരിയാണ്, ഡി 2 തെറ്റാണ്. ചോദ്യം നമ്പർ 6, സസ്യകോശം കണ്ടെത്തിയത് ആര്? എ തിയോഡർ ഷോൺ, ബി റോബർട്ട് ബ്രൗൺ, സി റോബർട്ട് ഹുക്ക്, ഡി MJ സ്ലീഡൻ. ഇത് 4 പ്രീവിയസ് ക്വസ്റ്റ്യനൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? എ കൻവർ സിംഗ്, ബി ജനറൽ ഫക്ത് ഖാൻ, സി നാനാ സാഹിബ്, ഡി ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 80% 80 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. സംഖ്യ ഏതാണ്? എ 80, ബി 800, സി 200, ഡി 400.
അടുത്ത ചോദ്യം, യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ. ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അടുത്ത ചോദ്യം, കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഇൻ ഫ്ലുവൻ്റ്ലി ഡാഷ്. ഡസ് ഹി, ഡു ഹി, സി ഡസിൻറ്റ് ഹി, ഡി ഈസിൻറ്റ് ഇറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ. ഐ ആം വർക്കിംഗ് ഹാർഡ് ഡാഷ്. ഓപ്ഷൻ എ ആമിൻറ്റ് ഐ, ഓപ്ഷൻ ബി ആറിൻറ്റ് ഐ, ഓപ്ഷൻ സി ആം ഐ, ഓപ്ഷൻ ഡി ഈസിൻറ്റ് ഇറ്റ്. ഉത്തരം ചെയ്തു നോക്കൂ, കമൻറ്റ് ചെയ്യുക.